ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ ഒരു കുക്കർ എടുത്ത് അതിൽ തലേ ദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഉള്ളിയും തക്കാളിയും ഇതിലിട്ട് വേവിക്കുന്നതിനേക്കാട്ടിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു കറി ചപ്പാത്തി, പുട്ട് എന്തിൻ്റെയും കൂടെ പോകും കേട്ടോ. നേരത്തെ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് 2 വിസിൽ അടുപ്പിക്കണം കേട്ടോ. ആവി പോയതിന് ശേഷം വീണ്ടും ഒരു വിസിലും കൂടെ അടുപ്പിക്കണം കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെക്കുക. അപ്പോഴത്തേന് നമുക്ക് മസാല റെഡിയാക്കാം കേട്ടോ. കട്ടിയുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഞാൻ 2 ടേബിൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച ഏതെങ്കിലും ഒരു ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അളവൊന്നുമില്ല, നമ്മളെ എരിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ചേർത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വിസിലടിച്ച് മാറ്റി വെച്ച ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കയ്യിലുകൊണ്ട് നന്നായി ഇളക്കിയാൽ ഇതൊരു തിക്കായിട്ടുള്ളൊരു കറിയായി വരും കേട്ടോ. കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.